அம்மா என்ன என்ன யோசிச்சுட்டு இருக்கீங்க? ആലോചിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ആലോചിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കണമെന്നുമില്ലല്ലോ എന്ന് വിചാരിച്ച് ആലോചിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. പണ്ടുള്ളവർ പറയത്തില്ലേ, മനുഷ്യജന്മങ്ങൾ അപൂർണമാണെന്ന്. அம்மா இப்படி யோசனை பண்ணிட்டு ஒண்ணுமே செய்ய முடியாதம்மா. கடவுள் எல்லாத்துக்குமே டைம் கொடுப்பாரு. കേശു, നീ എപ്പോഴും സ്വത്തിന്റെ കാര്യം പറയത്തില്ലയായിരുന്നു. ഞാൻ എന്തിനാ പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. നിനക്ക് വേണ്ടുന്ന സ്വത്തുക്കളെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എവിടെ? പടവലത്ത്. എന്നിട്ട് ശിവ, നിനക്കുള്ള സ്വർണം അവിടെ പണയം വെച്ചിട്ടുണ്ട്. പണയോ? സാധാരണ ലോക്കറിലല്ലേ വെക്കാറുണ്ട് പണയം വെച്ച്? പണയം വെച്ചത് സമയം അനുവദിച്ചാൽ ഞാനത് നിനക്ക് എടുത്തു തരാം. ഇല്ലെങ്കിൽ നീ തന്നെ എടുത്തോണം. സമയം അനുവദിക്കും. ഇനിയിപ്പോ സമയം അനുവദിച്ചില്ലെങ്കിൽ അമ്മമ്മ പൈസ അനുവദിച്ചാലും മതി. ദൈവം അനുവദിക്കുമോ നോക്കട്ടെ. അനുവദിക്കും. പിന്നെ ഗൗരിക്കും ലച്ചുവിനും ഉള്ള സ്വർണം പടവലത്തിരിപ്പുണ്ട്. അത് പണയം വെച്ചില്ലേ? കുറച്ച് സ്വർണ്ണേ പണയം വെച്ചിട്ടുള്ളായിരുന്നു. അല്ല പാറുവിനോ? പാറുവിന്റെ പേരിൽ ഞാനൊരു സ്കീം ചേർന്നിട്ടുണ്ട്. അവക്ക് പ്രായപൂർത്തിയാവുമ്പോ അത് കിട്ടിക്കോളും. അമ്മൂമ്മ, നമുക്കെല്ലാവർക്കും കൂടി ഇതൊക്കെ വീതിച്ചെന്നിട്ട് അമ്മൂമ്മ എവിടെ പോണം? വല്ല കാശിക്ക് രാമേശ്വരത്തിനോ പോണം? കാശിയിലും രാമേശ്വരത്തും ഒക്കെ പോണോന്നൊരാഗ്രഹമുണ്ട്. പക്ഷെ ദൈവം അനുവദിക്കുമോന്ന് അറിയത്തില്ല. അമ്മൂമ്മയുടെ പൈസ ഉണ്ടാ? എന്നാ ഇപ്പൊ തന്നെ നമ്മള് ബസ് ബുക്ക് ചെയ്ത് പോകുന്നു. എന്ത് പറയണം? അങ്ങനൊന്നും പോകാൻ പറ്റത്തില്ല മോനെ. എത്ര കാശുണ്ടെന്ന് പറഞ്ഞാലും അതിന് അവിടുന്ന് ഒരു തീരുമാനം ഉണ്ടാവണം. അപ്പം മാത്രമേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ പോയാ മതി. அம்மா என்னம்மா இது இப்படி எல்லாம் சொல்றீங்க? അപ്പടിയൊക്കെ ചൊന്നെങ്കിലേ പറ്റൂ. ചൊല്ലാതിരിക്കാനൊന്നും പറ്റത്തില്ല. എന്തായാലും ഞാനൊന്ന് കിടക്കട്ടെ. அம்மா நீங்க இப்படி எல்லாம் சொல்லும்போது என்னோட அப்பாவை தான் ஞாபகம் வருது. டேய், நான் சொல்லிட்டே இருக்கேன், அவங்க பாட்டுக்கு போறாங்க. പോയി അമ്മൂമ്മക്ക് എന്തോ കാര്യമായിട്ട് തല കയറിയിട്ടുണ്ടല്ലോ. കാര്യം ഞാൻ പറയാം. അമ്മൂമ്മയുടെ വിചാരം നാളെ രാവിലെ അമ്മൂമ്മ തട്ടിപ്പോവെന്നാണ്. സത്യമായിട്ടും പിന്നല്ലാണ്ട്. ഇനിയിപ്പോ ചിലപ്പോ അമ്മൂമ്മയുടെ കൂടെ പിടിച്ച ആരെങ്കിലും മരിച്ചു കാണും. അതെല്ലാം കേട്ടിട്ടായിരിക്കും. ஆனா ஒன்னும் என்கிட்ட சொல்லல. ഇവിടെ പിന്നെ മോശമല്ലോ, അത് അടുത്തത് 50 സെന്റ് എഴുതി കൊടുക്കാന്നല്ലേ പറഞ്ഞേ. കിട്ടുമ്പോ പറയണേ. சும்மா இரு, ஏதோ ஆயிருக்கு.